തിരുവല്ല അസോസിയേഷൻ ഡാൻസിൽ പ്രവർത്തനം തുടങ്ങി ഇപ്പോൾ 5 വർഷമായിരിക്കുന്നു. തിരുവല്ല ആലപ്പുഴ ജില്ലയിലെ തിരുവല്ല താലൂക്കിൽ എഴുമറ്റൂർ പഞ്ചായത്തിൽ പാലറ്റുവട്ടിയിലൂടെ ആദ്യമായൊരു മന്ത്രിസഭ കേരളത്തിൽ വന്ന വർഷം ആണ് എൻ്റെ ജനനം. അങ്ങനെ ഞാൻ തിരുവല്ലക്കാരനാണ്. എന്നാൽ ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലയും മലപ്പുഴ താലൂക്കുമായി മാറ്റപ്പെട്ടിരിക്കുന്നു. എങ്കിലും ജന്മം കൊണ്ട് തിരുവല്ല കാരണം ഞാൻ അവകാശപ്പെടുകയാണ്. അമേരിക്കയിൽ സംഘടനകൾക്ക് പഞ്ഞമൊന്നുമില്ല. സംഘടനകൾ ഉണ്ടായതുകൊണ്ട് പ്രവർത്തനങ്ങൾ തനിയെ നടന്നുകൊടുക്കുന്ന ആരും കരുതരുന്നു. നമുക്ക് നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യണമെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ ഈ അസോസിയേഷന് കഴിഞ്ഞു. വരും കാലങ്ങളിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന സാംസ്കാരിക സംഘടനകൾ പോലും അമേരിക്കയിൽ പ്രവർത്തനം തുടരുകയാണ്. എന്താണ് സാമുദായിക സംഘടനകൾ, എന്താണ് സാംസ്കാരിക സംഘടനകളുടെ ഉത്തരവാദിത്വം, എന്താണ് ഇങ്ങനെയുള്ള ഞാൻ എൻ്റെ ഗ്രാമം എന്ന കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഉത്തരവാദിത്വം എന്ന് ഞാൻ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സാംസ്കാരിക സംഘടനകൾ ജീവകാരുണ്യത്തെ മുന്നിൽ നിർത്തുന്നതിന് പിന്നിലെ ലക്ഷ്യം ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നാം ജനിച്ച നാളിൽ നന്മ ചെയ്യുവാൻ, ഏറ്റവും ഭംഗിയായും ഉചിതമായും ചെയ്യുവാൻ ഇങ്ങനെയുള്ള സംഘടനകൾക്ക് മാത്രമേ കഴിയുള്ളൂ. കാരണം നാടിനെ അറിയുന്ന നമ്മളാണ്, നമ്മളെ അറിയുന്ന നാടാണ്. അല്ലാതെ ഒരു വലിയ സംഖ്യ പിരിച്ചെടുത്തുകൊണ്ട് കേരളത്തിലെ തലസ്ഥാനത്ത് 100 പേരുടെ വിവാഹം, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടെങ്കിലും ഇത് ആർക്ക് കൊടുത്തു, എവിടെ കൊടുത്തു, എങ്ങനെ കൊടുത്തു, ആരും അറിയുന്നില്ല. ആയതുകൊണ്ട് അമേരിക്കയിൽ വസിക്കുന്ന മലയാളി സമൂഹത്തെ ബോധവൽക്കരിക്കുവാൻ തക്കവണ്ണം ഉചിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറണമെന്ന് ഞാൻ മുന്നേറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ജയമാതി സാർ ഒന്നിച്ച് പ്രവർത്തിച്ചു. 20 വർഷമായ പരിചയവും അത് ഞാൻ സാർ തമ്മിൽ. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നിങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചേർക്കുന്നു. നന്ദി, നമസ്കാരം.